നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി, അതായത് 1201 മീനമാസം 24-ാം തീയതി കുജവാരം ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:22, അസ്തമയം വൈകിട്ട് 6:32. ഇന്നത്തെ രാഹുകാലം വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. പ്രായണ കറുത്തപക്ഷത്തിൽ 5-ാം തിഥി വരെ, 5-ാം ദിവസം വരെ ചന്ദ്രൻ ബലവാനാണ്. ഇന്നത്തെ നക്ഷത്രം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. യമരുദ്രാഹി മുപ്പൂരം തൃക്കേറ്റവ 7 നാൾ വിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകുകയിലവൻ വര എന്നാണ് പ്രമാണം. യമൻ എന്നാൽ ഭരണി, അഹി ആയില്യം, രുദ്രൻ തിരുവാതിര, പൂരം പുരാടം പുരുരുട്ടാതി, തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളാണെന്ന് അറിയുക. അതിനാൽ ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ ഇന്നത്തെ ദിനത്തിന് നാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്ന് ചൊവ്വാഴ്ചയാണ് ദിനം, തൃക്കേട്ട നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ വിശേഷിച്ച സമയം കണ്ടെത്താതിരിക്കുക. അത്ര നിർബന്ധമാണെങ്കിൽ കാലത്ത് 9:30 മുതൽ 10:30 വരെയുള്ള സമയം നല്ല കാലഹോരയാണ്, നല്ല രാശിയാണ്, സ്ഥിരരാശിയാണ്. അതിനാൽ നിർബന്ധമാണെങ്കിൽ മാത്രം ചെയ്യുക. ഇന്നത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭദ്രകാളി മന്ത്രമാണ് ഏറ്റവും നല്ലത്. കാരണം തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിയിലെ മുഴുതുക നക്ഷത്രമാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അതിനാൽ ഇന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഇതാകുന്നു മന്ത്രം. ഭദ്രകാളിയുടെ മൂലമന്ത്രമാണത്. അതിലൂടെ കിട്ടുന്ന ഒരു എനർജി, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നന്നായി ഉപയോഗിക്കുക. അപ്രകാരം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആരോഗ്യ വിഷയമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ ദേഹമുട്ടി ചെയ്യാം. അപ്രകാരം ശത്രുദോഷമാണെങ്കിൽ ശത്രുമുട്ടി ചെയ്യാം. ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരമൊക്കെ ചെയ്തുകൊണ്ട് വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നീക്കുക. നന്ദി, നമസ്തേ.